ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ പാകിസ്ഥാൻ അടുത്തിടെയായി പല തരത്തിൽ നോട്ടാം അറിയിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ നോട്ടാം ടെസ്റ്റ് ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. അതെ, പാകിസ്ഥാൻ ഒരു മിസൈൽ ഇന്ത്യക്ക് എതിരെ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഈ പരിശോധനയിലൂടെ പാകിസ്ഥാന്റെ സന്ദേശം വളരെ വ്യക്തമാണ്. ഇന്ത്യ, നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഒരു യുദ്ധം തൊടുത്തുവിടുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ നശിപ്പിക്കും എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ പാകിസ്ഥാൻ ടെസ്റ്റ് ചെയ്ത മിസൈലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം, പാകിസ്ഥാൻ ടെസ്റ്റ് ചെയ്ത ഈ ഒരു മിസൈൽ ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആണ്. ഈ ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന് ഒരു സ്റ്റേജ് മാത്രമേ ഉള്ളൂ. ഒരു സോളിഡ് പ്രൊപ്പല്ലന്റ് ആണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു മിസൈൽ ഏകദേശം 150 മുതൽ 250 വരെയും റേഞ്ച് ഉണ്ടാകും. ഇങ്ങനെയാണ് ഈ ലോകത്തിൽ എല്ലാ വിക്ഷേപണങ്ങളെ കുറിച്ച് വിശകലനം ചെയ്യുന്നവരും ആർട്ടിക്കിൾ റിലീസ് ചെയ്യുന്നത്. എന്നാൽ പാകിസ്ഥാന്റെ അഭിപ്രായം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു മിസൈലിന്റെ റേഞ്ച് 450 കിലോമീറ്റർ ആണ്. ശരി, 450 കിലോമീറ്റർ എന്ന് തന്നെ നമുക്ക് വയ്ക്കാം. പാകിസ്ഥാന്റെ ക്ലെയിമിന് നമുക്ക് ഇല്ല എന്ന് പറയണ്ട. ഇപ്പൊ പാകിസ്ഥാൻ പറയുന്നത് പോലെ ഇത് 450 കിലോമീറ്റർ എന്ന് തന്നെ വെച്ചാലും ഈ മിസൈലിന്റെ സാങ്കേതിക വിദ്യ എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. ഈ ഒരു മിസൈലുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ നിലവിൽ ഹൂത്തികളുടെ പക്കലുള്ള മിസൈലുകൾ പോലും വലിയ ടെക്നോളജിക്കലി സുപ്പീരിയർ ആണെന്ന് പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണെന്നും എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തെ കാര്യം, ഇതൊരു ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആണെങ്കിലും ഇത് ഏത് തരത്തിലും മെനുവർ ചെയ്യാത്ത ഒരു മിസൈലാണ്. അതായത് നമ്മുടെ പക്കലുള്ള പ്രളയ് മിസൈൽ കൂടാതെ റഷ്യൻസിന്റെ പക്കലുള്ള ഇസ്കാന്ദർ ബാലിസ്റ്റിക് മിസൈൽസ്, ഇവ രണ്ടും ബാലിസ്റ്റിക് മിസൈൽ ആണെങ്കിൽ പോലും ചെറിയ രീതിയിൽ അതിന്റെ പാത ഈ മിഡ് കോഴ്സിൽ മാറ്റും. അങ്ങനെ മാറ്റുന്നത് കൊണ്ട് ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഈ ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു കാരണം കൊണ്ടാണ് ഉക്രൈനിലേക്ക് അയക്കുന്ന ഇസ്കാന്ദർ ബാലിസ്റ്റിക് മിസൈലുകൾ പല തവണയും എയർ ഡിഫൻസ് സിസ്റ്റത്തെ കൊണ്ട് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയാതെ രക്ഷപ്പെടുന്നത്. എന്നാൽ ഇതേ കാര്യം ഈ ഹൂത്തികൾ അയക്കുന്ന മിസൈലുകളെ അമേരിക്കൻസ് മാറി മാറി ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മിഡ് കോഴ്സിൽ ഇതിനെ കൊണ്ട് പാത മെനുവർ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ബാലിസ്റ്റിക് മിസൈൽസിന്റെ ലോങ് റേഞ്ചിന് ഈ മെനുവറിംഗ് പ്രധാനപ്പെട്ടതല്ലെങ്കിലും ഷോർട്ട് റേഞ്ച് ഒരു 1000 കിലോമീറ്ററിനുള്ളിലുള്ള മിസൈലുകൾക്ക് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറിയിരിക്കുകയാണ്. കാരണം നിലവിലുള്ള എയർ ഡിഫൻസ് ടെക്നോളജീസ് ആണ്. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് 1970-80കളിൽ ഉണ്ടായിരുന്ന ഒരു സാങ്കേതിക വിദ്യ എടുത്തുകൊണ്ടുവന്ന് അതുവഴി ഒരു മിസൈൽ നിർമ്മിക്കുകയും ഇപ്പോൾ അത് പരിശോധിച്ച് നോക്കി ഇത് വെച്ച് ഇന്ത്യ നശിപ്പിക്കുമെന്നും പറയുന്നു. ഇപ്പോൾ ഈ ഒരു മിസൈൽ നിർമ്മിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ സുപാർക്കോ, അതായത് അവരുടെ സ്പേസ് റിസർച്ച് ഏജൻസി. എങ്ങനെയാണോ ഇന്ത്യയിൽ ISRO ഉള്ളത്, നമ്മുടെ രാജ്യത്തിന്റെ ആദ്യത്തെ മിസൈലിന്റെ എല്ലാം അടിസ്ഥാനമായിരുന്നത്, അതുപോലെയാണ് പാകിസ്ഥാന്റെ സുപാർക്കോ. അവരാണ് ഈ മിസൈൽ നിർമ്മിച്ചത്. ഇപ്പോ ഈ ഒരു മിസൈൽ സിംഗിൾ സ്റ്റേജ് സോളിഡ് പ്രൊപ്പല്ലന്റ് 450 കിലോമീറ്റർ ആണെങ്കിലും ഈ ഒരു മിസൈൽ വഹിച്ചു കൊണ്ടുപോകുന്ന പേലോഡ് കപ്പാസിറ്റി വളരെ കുറവാണ്. 250 മുതൽ 400 കിലോ വരെ മാത്രമേ എടുത്തുകൊണ്ടുപോകാൻ സാധിക്കൂ. കൺവെൻഷണൽ വാർഹെഡിന് വേണ്ടിയാണ് ഈ ഒരു മിസൈൽ ഉപയോഗിക്കാൻ പോകുന്നത്. കൂടെ തന്നെ ഈ ഒരു മിസൈലിന്റെ ഏറ്റവും വലിയ ഒരു പോരായ്മയും നമ്മൾ അറിയണം. അതും പ്രധാനമായി ഈ ഒരു മിസൈലിന്റെ റോൾ എന്നത് ടാക്ടിക്കൽ മിലിറ്ററി ഇൻസ്റ്റാളേഷൻസിനെ നശിപ്പിക്കുന്നതാണെന്ന് ഇവർ പറയുമ്പോഴും ഇതിലുള്ള പോരായ്മയും നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. ഇതിന്റെ സർക്കുലർ എറർ പ്രോബബിലിറ്റി CEP, ഏതൊരു മിസൈൽ ആണെങ്കിലും പ്രൊജക്ടൈൽ ആണെങ്കിലും അതിന് CEP റേറ്റിംഗ് ഉണ്ടാകും. ഇത് മാനുഫാക്ചർ നൽകുന്ന ഒന്നാണ്. ഇപ്പോൾ ഈ പാകിസ്ഥാന്റെ മിസൈലിന് CEP എത്രയാണെന്ന് നോക്കിയാൽ അത് ഏകദേശം 150 മീറ്റർ ആണ്. അതായത് 150 മീറ്ററിനുള്ളിൽ ഈ ഒരു മിസൈൽ എവിടെ വേണമെങ്കിലും ചെന്ന് വീഴും. ഉദാഹരണത്തിന് ഇപ്പോൾ ടാർഗറ്റ് ഒരു വീടിനുള്ളിലെ മുറിയാണെന്ന് ചിന്തിക്കുക. ആ മുറിയിൽ പ്രധാനപ്പെട്ട സൈനിക നേതാക്കളുണ്ട്. അവരൊക്കെ എന്തോ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ ലൊക്കേഷൻ പാകിസ്ഥാനിൽ ലീക്ക് ആയെന്നുണ്ടെങ്കിൽ ആ റൂമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഒരു മിസൈലിനെ അയച്ചാൽ അത് തൊട്ടടുത്തുള്ള ഒരു ഏരിയയിലായിരിക്കും ചെന്ന് വീഴുക. അതായത് ഒരു 150 മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ 2 ഏരിയ കഴിഞ്ഞായിരിക്കും വീഴുക. അപ്പോൾ ആ ടാർഗറ്റിനെ എലിമിനേറ്റ് ചെയ്യാനേ സാധിക്കില്ല. അപ്പോൾ ടാക്ടിക്കൽ പർപ്പസിന് വേണ്ടി ഒരു മിസൈൽ ഉപയോഗിക്കും എന്നവർ പറയുന്നുണ്ട്. എന്നാൽ അതിന്റെ CEP റേറ്റിംഗ് 150 മീറ്റർ ഉള്ളപ്പോൾ ഇതിനെ കൊണ്ട് എങ്ങനെയാണ് ഒരു പ്രയോജനകരമായ ഫലം നൽകാൻ സാധിക്കുക? ഇനി ഇതിനുള്ള കാരണം കൂടെ നമ്മൾ അറിയണം. ഇതിൽ GPS ഗൈഡൻസ് ഇല്ല, സാറ്റലൈറ്റ് ഗൈഡൻസ് ഇതിൽ ഒട്ടും തന്നെ ഇല്ല. ഇപ്പൊ പാകിസ്ഥാന് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അവർ അമേരിക്കൻ മെയ്ഡ് GPS ഉപയോഗിക്കാം. ഒരു പക്ഷേ അമേരിക്കൻസ് GPS നമുക്ക് ജാം ചെയ്തതുപോലെ അവർക്കും ജാം ചെയ്യുകയാണെങ്കിൽ അടുത്ത ഓപ്ഷനും ഉണ്ട്. ചൈനയുടെ ഉപയോഗിക്കും. അവർ ചൈനയുടെ ബേഡ് ഉപയോഗിക്കും. ചൈനക്കാർ ഇവർക്ക് തീർച്ചയായും ഈ ഒരു സിസ്റ്റം നൽകും. അതിൽ യാതൊരു മാറ്റവും ഇല്ല. അങ്ങനെ 2 സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നാവിഗേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നിട്ടും പാകിസ്ഥാൻ ഈ ഒരു മിസൈലിൽ ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ടാക്ടിക്കൽ റേഞ്ചിന് വേണ്ടി ഇത് ഉപയോഗിക്കണം എന്നവർ ചിന്തിച്ചാൽ പോലും ഈ ഒരു മിസൈലിനെ അതിനവർക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല.
കാരണം അതിന്റെ ലോ ആക്യുറസിയാണ്. ഒരു പക്ഷേ ഇതിൽ ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺസ് വെച്ച് അയക്കാം. അങ്ങനെ വെച്ച് അയച്ചാൽ പോലും ഈ ഷോർട്ട് റേഞ്ച് മിസൈലിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ നശിപ്പിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ അവസാനം പറയാം. ഇപ്പോ ഈ ഒരു മിസൈലിന്റെ ഇത്രയും നെഗറ്റീവ്സ് കാരണം ഇതിനെ കൊണ്ട് ഒരു ടാക്ടിക്കൽ ഗെയിൻ പാകിസ്ഥാൻ നൽകാൻ സാധിക്കില്ല. കാരണം റഷ്യക്കാർ എങ്ങനെയാണ് ഉക്രൈൻ യുദ്ധത്തിൽ അവരുടെ ഇസ്കാൻഡർ മിസൈൽസ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇതിന്റെ ഉത്തരം ലഭിക്കും. ഉക്രൈന്റെ വളരെ പ്രധാനപ്പെട്ട മിലിറ്ററി ബേസ്, സൈനിക ജനറൽസ് ഒരു ഭാഗത്ത് തങ്ങിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഉക്രൈന്റെ പാട്രിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റം, അമ്യുനേഷൻ ഡിപ്പോസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടാർഗറ്റ്സിനെ എല്ലാം ആ തറയിലുള്ള റഷ്യൻസ് ചാരന്മാർ ഗെയിൻ ചെയ്യുകയും അതിന്റെ ലൊക്കേഷൻസിന് പിൻ പോയിന്റ് ആയി റഷ്യക്കാർ ഇസ്കാൻഡർ അയക്കും. ഇപ്പോ ഇസ്കാൻഡറിന്റെ ഉദ്ദേശം ലൊക്കേഷൻ അറിഞ്ഞതിന് ശേഷം ആ ലൊക്കേഷനിൽ കൃത്യമായി ആക്രമിക്കുക. ഇതാണ് ഇസ്കാൻഡറിന്റെ ഉദ്ദേശം. ഇസ്കാൻഡറിന്റെ കൃത്യത നമുക്ക് വീഡിയോയിലൂടെ തന്നെ വ്യക്തമായി അറിയാൻ സാധിക്കും. ഒരുപാട് വീഡിയോസ് ട്വിറ്ററിലുണ്ട്. അത്രയും വളരെ കൃത്യതയോടുകൂടിയായിരിക്കും അത് ചെന്ന് ആക്രമിക്കുക. അത്രത്തോളം ആക്യുറസി പാകിസ്ഥാന്റെ പക്കൽ ഇല്ല എന്നുള്ളപ്പോൾ അവരെ കൊണ്ട് എങ്ങനെയാണ് ഇതിനെ ടാക്ടിക്കൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുക? കൂടാതെ ഒരുപാട് പേർക്ക് വേണമെങ്കിൽ പറയാം, ഇതിൽ ആക്യുറസി ഇല്ല നിനക്ക് എങ്ങനെ പറയാൻ സാധിക്കുമെന്നൊക്കെ. അത് വളരെ ലളിതമാണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇനേർഷ്യൽ ഗൈഡൻസ് സിസ്റ്റം ആണ്. ഇനേർഷ്യൽ ഗൈഡൻസ് സിസ്റ്റം എന്നത് ഒരു അനലോഗ് സിസ്റ്റം ആണ്. ആ ഇനേർഷ്യൽ ഗൈഡൻസ് പ്രോപ്പറായ കറക്ഷൻസ് എല്ലാം ലൈവായി നൽകിക്കൊണ്ടിരിക്കണം. അങ്ങനെ നൽകിയില്ല എങ്കിൽ ഡിസ്റ്റൻസ് അധികമാകും തോറും അതിന്റെ എററും അധികമായിക്കൊണ്ടിരിക്കും. അതിന് പ്രോപ്പറായ ഗൈഡൻസ് നൽകണമെങ്കിൽ മാനുവലായി തന്നെ അത് ഗൈഡ് ചെയ്യുന്നതിന് ഒരു സെക്കൻഡ് സിസ്റ്റം ഉണ്ടാകണം. അത് സാധാരണ GPS ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്ലൈറ്റിലൊക്കെ ഇനേർഷ്യൽ ഗൈഡൻസ് ഉപയോഗിക്കുമ്പോൾ സ്റ്റാർസ് ഉപയോഗിച്ച് ഒരു മനുഷ്യൻ ഇരുന്ന് അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ യാതൊരു സിസ്റ്റവും ആ മിസൈലിൽ ഇല്ല. വെറും ഇനേർഷ്യൽ ഗൈഡൻസ് സിസ്റ്റം മാത്രമുള്ളപ്പോൾ അതിന് അത്രത്തോളം ആക്യുറസി ഉണ്ടാവുകയില്ല. അപ്പോ പാകിസ്ഥാൻസ് ഈ ഒരു മിസൈലിനെ നമുക്കെതിരെ ടാക്ടിക്കലായി ഉപയോഗിച്ചാലും അത് യാതൊരു രീതിയിലും അവർക്ക് ഒരു നേട്ടം നൽകില്ല. യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഹൂത്തികളുടെ അതിനവീന ബാലിസ്റ്റിക് മിസൈൽസ്, ഇപ്പൊ ഒരുപാട് പേർക്ക് ചോദിക്കാം അത് അതിനവീന മിസൈൽ ആണോ എന്നൊക്കെ. പാകിസ്ഥാന്റെ ഈ മിസൈലുമായി കമ്പയർ ചെയ്യുമ്പോൾ അത് അതിനവീന മിസൈൽ തന്നെയാണ്. അതിനെ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം അതിനെ വളരെ എളുപ്പത്തിൽ വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട്. അതുപോലെ അമേരിക്കൻസ് അവരുടെ സീ ബേസ്ഡ് ഇന്റർസെപ്റ്റേഴ്സ് ഉപയോഗിച്ചും നശിപ്പിക്കുന്നുണ്ട്. അപ്പോ ഈ സമയത്ത് പാകിസ്ഥാൻ ഇത് കൊണ്ടുവന്ന് ഇന്ത്യക്ക് നേരെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അതും പ്രധാനമായി ഇന്ത്യയുടെ പക്കൽ S-400 ഉണ്ട്, ബറാഖ് 8 ഉണ്ട്, സർഫസ് ടു എയർ സിസ്റ്റത്തിൽ ആകാശ് ഉണ്ട്, ആകാശിന്റെ എക്സ്റ്റെൻഡഡ് വേരിയന്റ് ഉണ്ട്. ഇതെല്ലാം ഉള്ളപ്പോൾ ഇവരുടെ മിസൈൽ നമ്മളെ നശിപ്പിക്കും എന്നൊക്കെ പറയുന്നത് തമാശയായി തോന്നുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവരിങ്ങനെയുള്ള പ്രചരണങ്ങൾ അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ പുറത്തിറക്കുന്നത് നമുക്ക് വേണ്ടിയല്ല, പാകിസ്ഥാന് വേണ്ടി തന്നെയാണ്. പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം ഇന്ത്യൻസിന് എഗെയിൻസ്റ്റ് ആയി ഒരു പ്രൊപ്പഗണ്ട അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. അവരുടെ ആ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ഒന്നും അറിയാൻ സാധ്യതയില്ലാത്തപ്പോൾ ആ ജനങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയാണ് ഇങ്ങനൊരു ടെസ്റ്റ് നടത്തിയത്. വീണ്ടും സിമ്പിളായി പറയണമെങ്കിൽ പാകിസ്ഥാൻസിനെ സംബന്ധിച്ച് അവരുടെ രാജ്യത്തെ സൈന്യമാണ് ലോകത്തിൽ ഏറ്റവും മികച്ച സൈന്യം. അങ്ങനെയാണ് അവർ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. ഇനി എത്ര തന്നെ അവർ വിദ്യാസമ്പന്നരാണെങ്കിലും അവർക്ക് എത്രത്തോളം എക്സ്പോഷൻസ് ലഭിച്ചാലും അവരുടെ രാജ്യത്തുള്ള സൈന്യമാണ് ഏറ്റവും മികച്ചത്. അവരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഒരു മാന്ത്രിക ലോകത്തിലാണ് അവരുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ജനങ്ങൾ ജീവിക്കുമ്പോൾ ആ ജനങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് പാകിസ്ഥാൻ ഈ ഒരു മിസൈൽ ടെസ്റ്റ് ചെയ്തത്. അതല്ലാതെ നോക്കൂ ഞങ്ങളുടെ പക്കൽ ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യയൊക്കെ ഉണ്ട് എന്ന് ഇന്ത്യക്ക് കാണിക്കേണ്ട ആവശ്യം ഇല്ല. അതല്ലാതെ നോക്കൂ ഞങ്ങളുടെ പക്കൽ ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യ ഉണ്ട് എന്നുള്ളതൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള യാതൊരു കാര്യവും അവരുടെ ഈ വീഡിയോയിലില്ല. അതേസമയം തന്നെ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ എങ്ങനെയാണെന്ന് അറിയണ്ടേ? സർഫസ് ടു എയർ മിസൈൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. സർഫസ് ടു എയർ മിസൈൽ ടെസ്റ്റ് ചെയ്യുന്നത് വഴി പാകിസ്ഥാന് എന്ത് മറുപടിയാണ് നൽകുന്നതെന്ന് അറിയണ്ടേ? ഞങ്ങളുടെ പക്കൽ ബറാഖ് 8 ഉണ്ട്. നിങ്ങൾ അയക്കുന്ന എല്ലാ മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ, ഇവയെല്ലാം തടയാൻ ഞങ്ങൾക്ക് ഈ ഒരു വാർഷിപ്പ് മാത്രം മതി. അങ്ങനെ സർഫസ് ടു എയർ മിസൈൽ ടെസ്റ്റ് ചെയ്യുന്നു. അതിലും വളരെ മികച്ചൊരു കാര്യം, സർഫസ് ടു എയർ മിസൈൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ലോഞ്ച് പ്ലാറ്റ്ഫോം മറ്റൊന്നായിരിക്കും. ആ ലോഞ്ച് പ്ലാറ്റ്ഫോമിന് ഗൈഡൻസ് നൽകുന്നതും മറ്റൊരു അസറ്റ് ആയിരിക്കും. അപ്പോ ഇന്റർലിങ്ക്ഡ് വാർഫെയറും നമ്മൾ ഇതിൽ പാകിസ്ഥാന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബ്രഹ്മോസ് മിസൈലിന്റെ ടെസ്റ്റ്. ബ്രഹ്മോസ് മിസൈൽ നമ്മൾ ഡെസ്ട്രോയേഴ്സ് കപ്പലുകളിൽ നിന്നും മാത്രം ടെസ്റ്റ് ചെയ്യുന്നില്ല, പകരം നമ്മുടെ ഫ്രിഗേറ്റ്സിൽ നിന്നും ലോഞ്ച് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിൽ നിന്നും ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിനും പാകിസ്ഥാന്റെ ഈ ഒരു ടെസ്റ്റിനും പ്രവർത്തിക്കും ഒരു വ്യക്തമായ വ്യത്യാസം കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നമ്മുടെ എയിം വളരെ ലളിതവും വ്യക്തവുമാണ്. നേരിട്ട് പാകിസ്ഥാൻ സൈനികർക്ക്, അധികാരികൾക്കെല്ലാം ഇന്ത്യൻ ക്യാപ്പബിലിറ്റി എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കണം. എന്നാൽ പാകിസ്ഥാന്റെ ഉദ്ദേശം അതല്ല. ആ രാജ്യത്തെ ജനങ്ങൾക്ക്
പാകിസ്ഥാൻ എല്ലാ കാര്യങ്ങൾക്കും തയ്യാറാണ് എന്നുള്ള ഒരു മായാലോകം സൃഷ്ടിച്ചു കൊടുക്കണം. ഇതാണ് ഇങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യുന്നതിലൂടെയുള്ള പാകിസ്ഥാന്റെ ഉദ്ദേശം. ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇനി പാകിസ്ഥാൻ പറഞ്ഞതുപോലെ അവരെ കൊണ്ട് ഈ ഒറ്റ മിസൈൽ വെച്ച് ഇന്ത്യയെ നശിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.